ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ചുരുക്കപേരായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ പട്ടണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണുന്നവർ, ഞങ്ങളെ ശ്രമിക്കുന്നവർ, നിങ്ങളെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. വായിച്ച വചനം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. മതി. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഒരു രാജാവിൻ്റെ വായിച്ച ആരംഭിക്കുന്ന നാളുകളെ പരിശുദ്ധാത്മാവ് 2 ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് വ്യക്തമായി എഴുതുകയാണ്. ഒരു രാജാവ് തൻ്റെ വായിച്ച ആരംഭിക്കുമ്പോൾ അവൻ ആദ്യമായി ചെയ്യുന്നൊരു കാര്യം അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ആലയത്തിൻ്റെ വാതിലുകളെ തുറന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവിടെ രാജാവ് ആലയത്തിൻ്റെ വാതിൽ തുറന്നു. നാം ആ വചനം പഠിച്ചു കഴിഞ്ഞാൽ, തുടർന്നുള്ള അതിൻ്റെ മുൻപിലുള്ള അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്തമായ ചരിത്ര പശ്ചാത്തലങ്ങൾ വ്യക്തമായി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ 2 ക്രോണിക്കിൾസിനകത്ത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ആരാണ് ആ രാജാവ്? 29-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ പദം ഒന്ന് വായിച്ചാട്ടെ. യെഹസ്കിയാ രാജാവ്, യെഹസ്കിയാ രാജാവ് അവൻ തൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ വചനം പറയുന്നു, ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു. ആമേൻ, ഹല്ലേലൂയ. ആ വാതിൽ തുറക്കണമെങ്കിൽ ആ വാതിൽ അടയപ്പെട്ടതായിരിക്കണം. ഒരു രാജാവ് രാജ്യസിംഹാസനത്തിലേക്ക്, അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജാവ് ആദ്യം ചെയ്തത് അവൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നെന്നല്ല, അവൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി വലുതാക്കിയെന്നല്ല. അവിടെ ദൈവവചനം പറയുന്നു, ആലയത്തിൻ്റെ വാതിൽ തുറന്നു. അർത്ഥമെന്ത്? ആലയത്തിൻ്റെ വാതിൽ ഇമ്മലകളിൽ എവിടെയൊക്കെ വച്ച് അടയപ്പെട്ടിരുന്നു. ഹലോ, ഏതൊക്കെ സാഹചര്യങ്ങൾക്കകത്ത് വാതിൽ അടയപ്പെട്ടിരുന്നു, ആ വാതിലുകളെ രാജാവ് തുറന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന രാജാവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് പകൽ നിന്റെ എത്ര വലിയ പ്രതിസന്ധികളുടെ എത്ര വലിയ ആഴമുള്ള താഴിട്ട് പൂട്ടിയതാണേലും ഇന്ന് പകൽ തുറക്കാൻ കഴിയുന്ന ഒരു രാജാവല്ല, അവൻ രാജാവാണ്. He is the King of Kings, He is the Lord of Lords, He is the Prince of Peace. ഇന്ന് പകൽ അവൻ രാജാവായി, കർത്താവായി ഇന്ന് പകൽ നമ്മുടെ മടിവിലുണ്ട്. അവൻ നമ്മുടെ മടിവിൽ ഇറങ്ങി വന്ന ഇന്ന് പകൽ വാതിലുകൾ തുറക്കപ്പെടും. അടഞ്ഞുപോയ വാതിലുകൾ, ദേശത്തിന്റെ വാതിലുകൾ, ഭാവിയുടെ വാതിലുകൾ, ഉപജീവനത്തിന്റെ വാതിലുകൾ, അവൻ ഇന്ന് പകൽ കഷ്ടതയുടെ വാതിലുകളാണോ ഇന്ന് പകൽ അവനെ അടച്ചിട്ട് ദൈവിക സമൃദ്ധിയുടെ വാതിലുകൾ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം തുറന്നു വരുമെന്ന് പറഞ്ഞ ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ശക്തിയോടെ സ്വീകരിച്ചാട്ടെ. ഓൺലൈനിലൂടെ എന്നെ കാണുന്നവർ, ഈ പ്രസംഗം കേൾക്കാൻ പോകുന്നവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടയപ്പെട്ട ചില മേഖലകൾക്കകത്ത് ദൈവിക വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഓ റീമാനാഥാന, ഇങ്ങനെ സ്തുതിച്ചാൽ പോരാ, ഇങ്ങനെ ആരാധിച്ചാൽ പോരാ. അസാധാരണമായൊരു ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള ചില ശുശ്രൂഷയുടെ വാതിലുകളെ ദൈവാത്മാവ് ഈ ദേശത്തിന്റെ നടുവിൽ തുറക്കുകയാണ്. ഇതുവരെയും ഒരു ഉപദേശിക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഈ ദേശത്തിന്റെ ചില അന്ധകാര മണ്ഡലങ്ങളുടെ വേഷാംബരിക ശക്തികളെ ആത്മാവ് വെട്ടിമാറ്റിയിട്ട് ദൈവസഭയ്ക്ക് വേണ്ടി ചില വാതിലുകളെ ഈ ദേശത്തിന്റെ നടുവിൽ ദൈവം തുറക്കുന്നു എന്ന് പ്രവചിച്ചാൽ
പിടിക്കാൻ ശേഷിയുള്ള തൻ്റെ ഇടമുള്ള അഭിഷിക്തന്മാരുണ്ടെങ്കിൽ, അഭിഷിക്തന്മാരുണ്ടെങ്കിൽ, അഭിഷേകമുള്ള തലമുറകളുണ്ടെങ്കിൽ ഈ ദൂതിനോട് ആമേൻ. ശരാധനാരകൽക്കമാ റീമാനാധരദലഗഡഗ. ആമേൻ. ഹല്ലേലൂയ. ഹെസ്കിയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ അവൻ വാഴ്ച ആരംഭിക്കുന്നത് 25-ാമത്തെ വയസ്സിലാണ്. ചരിത്രം പറയുന്നു 25-ാമത്തെ വയസ്സിൽ നിത്യ യൗവനത്തിൽ അവൻ രാജസിംഹാസനത്തിലേക്ക് ഇരിക്കുമ്പോൾ അവൻ ചെയ്തത് ആലയത്തിൻ്റെ വാതിൽ തുറന്നു. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടത് വാർദ്ധക്യത്തിലല്ല. നല്ലതാണ്. അങ്ങനെ ഇന്നും അധ്വാനിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു തെരുവിൽ ഒരു ഹാൻഡ് മൈക്കുമായി ഒരു പിതാവ് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഐ സല്യൂട്ട് ദാറ്റ്. നല്ലതാണ്. പക്ഷെ ഇന്ന് പകൽക്കാല നിന്റെ യൗവനത്തിൽ ദേവാലയത്തിന്റെ വാതിൽ നീ തുറക്ക, ദൈവിക പദ്ധതിയുടെ വാതിൽ തുറക്ക. നീ നിന്നെ തന്നെ സമർപ്പിച്ച ഇന്ന് പകൽ ഈ തലമുറയിൽ നിന്നെ വ്യത്യസ്തനാക്കി മാറ്റാ. എൻ്റെ ദൈവത്തിന് കടിയ. പലരുടെയും ചിന്ത കുറച്ചു കാലം കൂടെ പോട്ടെ, കുറച്ചു നാളും കൂടെ പോട്ടെ, പള്ളി വരാ, ആരാധിക്ക, ദൈവകൃപയിൽ നിൽക്ക, സ്വർഗത്തിൽ പോകാനുള്ള വഴി നോക്ക. പക്ഷെ 25-ാമത്തെ വയസ്സിൽ ഹെസ്കിയാവെന്ന് പറയുന്ന രാജാവ് പറയുക, എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആലയത്തിന്റെ വാതിൽ തുറക്കണ. ഈ തലമുറയിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്ക. യൗവനക്കാർ എഴുന്നേറ്റ് നിന്ന ഈ പട്ടണത്തെ പിടിക്ക, ഈ ഭാരതത്തെ പിടിക്ക, ഉണർവിന്റെ തീനാളമാക്ക. എന്റെ ദൈവത്തിന് മിന്നെ കടിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. കർത്താവിനോട് പറ, കർത്താവേ, ഈ യൗവന കാലത്ത് അങ്ങയുടെ ഇഷ്ടം ചെയ്യ, അങ്ങയുടെ ആലയത്തിന് വേണ്ടി നിൽക്ക, അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി നിൽക്ക. ഐ ആം റെഡി, ഞാൻ റെഡിയാണെന്ന് ഒരുവൻ പറഞ്ഞ അവന്റെ ഭാവി അവർണ്ണനീയമായിരിക്കും. അവന്റെ രാജ്യത്ത് എന്റെ ദൈവം അവർണ്ണനീയമാക്കി മാറ്റും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, പാസ്റ്റേ, എപ്പോഴാ ദൈവത്തിന് വേണ്ടി ജീവിക്കണ്ടേ? യൗവനത്തിൽ ജീവിക്കണം. നമ്മളെല്ലാവരും പാടാറുണ്ട്, യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം. കേട്ടോ, വരും കേട്ടോ, വാർദ്ധക്യം വരും, വരും. ഈ കാലഘട്ടം തീരും, ഈ യൗവനം മാറും, ഈ ആരോഗ്യം ക്ഷയിക്കും, ഈ ത്വക്ക് ചുളുങ്ങും, ഈ കണ്ണു മങ്ങും, ഈ പല്ലുകൾ നിലത്തു വീഴും, കാലുകൾ ഇടറും, കൈകൾ വിറയ്ക്കും. ഈ ആയുസ് ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ വാർദ്ധക്യത്തിലും നിന്നെ മരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോ ഈ യൗവനം ദൈവത്തിന് വേണ്ടി കൊടുക്ക, ഈ ആരോഗ്യം ദൈവത്തിന് വേണ്ടി കൊടുക്ക, നിന്റെ കഴിവ് ദൈവത്തിന് വേണ്ടി കൊടുക്ക, നിന്റെ ടാലന്റ് ദൈവത്തിന് വേണ്ടി കൊടുക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ടാലന്റും നിന്റെ കഴിവും നിന്റെ ആരോഗ്യവും കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ കൊടുത്താൽ 56 ആകുമ്പോൾ അവർ നിങ്ങൾക്ക് റിട്ടയർമെന്റ് തന്ന് വീട്ടിയിരുത്തും. ഹലോ, നിന്റെ ടാലന്റ് ഏതെങ്കിലും IT കമ്പനിക്ക് കൊടുത്ത 56 വരെ പോകില്ല. 38 ആവുന്നതിന് മുമ്പേ പറയൂ, ഏജ് ഓവറായി, ഏജ് ലിമിറ്റ് ക്രോസ് ചെയ്തു, നീ വീട്ടിൽ പോയി വേറെ ഏതെങ്കിലും പണി നോക്ക്. ഇന്ന് പകൽ ഒരു രാജാവിന്റെ കരത്തിൽ നിന്റെ ആയുസിന്റെ നല്ല കാലം കൊടുത്ത അവൻ നിന്നെ പറയുക, മരയ്ക്കോളം നടത്താമെന്നല്ല, മരയ്ക്കോളം അവൻ ചുമക്കും, മരയ്ക്കോളം അവൻ ചുമക്ക്. ഈ
ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ അത് യേശുവിനെ കണ്ടുകിട്ടിയതാണ്. അത് യേശുവിനെ കണ്ടുകിട്ടിയതാണ്. അത് യേശുവിനെ അറിഞ്ഞതാണ്. ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ലോകം കാണുക സ്നാനജലത്തിൽ ഇറങ്ങിയതാണ്. ഏതോ കാത്തിരിപ്പ് യോഗത്തിനകത്ത്, ഏതോ ഉപവാസ പ്രാർത്ഥനയിലകത്ത് തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് ഹൃദയ കവാടങ്ങൾക്കകത്ത് ഇറങ്ങി വന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നേരത്തെ വർഷിപ്പ് ചെയ്തപ്പോൾ സഹോദരൻ പറഞ്ഞു, ദൈവദാസൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്തെ നടുക്കിയ ഒരു ദുരന്തം. കുവൈറ്റിന്റെ മണ്ണിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. പ്രിയരെ, മരിച്ചതിൽ 70% പേരും തീ കൊണ്ട് വെന്തു മരിച്ചതല്ല. അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാത്രി വന്ന് കിടന്നുറങ്ങിയവർ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൻ്റെ മധ്യേ ഗ്യാസ് സിലിണ്ടർ പൊട്ടി. വാതകം അതിൻ്റെ ഗ്യാസ് ആ കത്തുന്ന ദുർഗന്ധം മുകളിലേക്ക് ഉയർന്നിയപ്പോൾ കാർബൺ മോണോക്സൈഡ് അവരറിയാതെ അവരുടെ മൂക്ക് അകത്തുകൂടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നിലപ്പിച്ചതാണ് മരണകാരണം. ഞാൻ ഏറെ സ്നേഹിക്കുന്നൊരു ദൈവദാസനുണ്ട്, പാമ്പാടിയിലുള്ള സ്റ്റെഫിൻ. സോഷ്യൽ മീഡിയകൾക്കകത്ത് താൻ സുപരിതനാണ്. 29ാമത്തെ വയസ്സിൽ താൻ ആഗ്രഹിക്കാത്ത നനയ്ക്കാത്ത സമയത്ത് മരണം അവനെ പിടിക്കാമെങ്കിൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ സഭയിലുള്ളതാണ്. ഇന്ന് പകൽ ഈ ആയുസ് ദൈവത്തിനോട് കൂടെ ജീവിച്ചാൽ, ഈ ആയുസ് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, നിനക്കങ്ങെത്തുമ്പോൾ, മരണം നിന്നെ തേടി വരുമ്പോൾ നിനക്കെന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഹിദസ്കിയാവ് ചെയ്തതുപോലെ ആലയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. ആലയത്തിൻ്റെ വാതിൽ തുറക്കുക. 25ാമത്തെ വയസ്സിൽ രാജസിംഹാസനത്തിൽ രാജമുത്താമയും രാജകീയ മുദ്രമോതിരവും രാജകീയ കിരീടവും തലയിൽ വച്ചതും അവൻ മട്ടിപ്പാവിലല്ല പോയത്. അവൻ ദേവാലയത്തിനകത്ത് പ്രഭുക്കന്മാരെ, ദേശത്തിന്റെ അധിപതികളെ, പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി ദേവാലയത്തിന്റെ വാതിൽ തുറന്നു. ഹല്ലേലൂയ. അവൻ വാതിൽ തുറക്കണമെങ്കിൽ വാതിൽ അടഞ്ഞതായിരിക്കണം. അടയാത്ത വാതിൽ തുറക്കാൻ പ്രമാണമില്ല. വാതിൽ എവിടെയൊക്കെ അടഞ്ഞുപോയി. ആരാ പ്രിയരെ വാതിലടച്ചത്? അത് മറ്റാരുമല്ല. ഒരു പേപ്പർ മാറ്റി ഒന്ന് വായിക്കുക. 28-ാം അധ്യായം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 22 മുതൽ ഒന്ന് വായിച്ച. ആഹാസ് ആ മൈക്കിലൊന്ന് വായിക്കാമോ? മൈക്കിൽ എല്ലാവരും ഒന്ന് കേൾക്കണം. ഇതാ ആഹാസ് രാജാവ് വായിച്ചാട്ടെ. ആഹാസ് രാജാവ് തന്റെ കഷ്ടകാലത്ത് കൂടെയും ദ്രോഹം ചെയ്തു. കണ്ടോ, ഇവൻ രാജാവായി വരുന്നതിന് മുമ്പ് രാജാവായിരുന്നവന്റെ പേര് ആഹാസ് രാജാവ്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആര്? ആഹാസ് രാജാവ്. അർത്ഥം ദേവാലയത്തിന്റെ വാതിൽ തുറന്നവന്റെ അപ്പൻ. ഹലോ, മോൻ ദേവാലയത്തിന്റെ വാതിൽ തുറന്നു. വചനം പറയുന്നു, കഷ്ടകാലത്ത് പോലും ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞ് ഒരപ്പൻ ആഹാസ് രാജാവ് ദേവാലയത്തിന്റെ വാതിൽ അടയ്ക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ, 23 വായിച്ചാട്ടെ. അങ്ങനെ അരാം രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടതിന് അവർ ജാതീയ ദേവന്മാർ
അലോ സത്യദൈവത്തെ ആരാധിച്ചവൻ ജാതീയ ദേവന്മാരുടെ പിന്നാലെ പോകുകയാണ്. ആമേൻ. ജാതീയ രാജാക്കന്മാരെ ആമേൻ ഈ ദേവന്മാർ ആമേൻ അനുഗ്രഹിച്ചതുപോലെ സഹായിച്ചതുപോലെ സത്യദൈവത്തെ മറന്ന് ഒരു രാജാവ് അന്യാമേ ജാതീയ ദേവന്മാരെ നമസ്കരിക്കാൻ പോകുകയാണ്. അവരും എന്നെ ആമേൻ അനുഗ്രഹിക്കേണ്ടതിന് സഹായിക്കേണ്ടതിന് ഞാൻ അവർക്ക് ബലി കഴിക്കുമെന്ന് ഞാൻ അവർക്ക് ബലി കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ തോൽപ്പിച്ച ദമേശക്കിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു. എന്നാൽ അവനെല്ലാം ഇസ്രായേലിനും നാശകാരണമായി ഭവിച്ചു. ദൈവത്തെ മറന്നു ജാതീയ ആരാധനയ്ക്ക് വേണ്ടി ഒരു രാജാവ് ഇറക്കി തിരിച്ചപ്പോൾ വചനം പറയുന്നു ഇസ്രായേലിന് നാശകരമായി ഭവിച്ചു. ഇന്നു പകൽ മാറാമാപ സഭയിൽ വരുന്ന ഒറ്റ വ്യക്തികൾ പോലും ദേവാലയത്തെ മറന്നു ജീവിക്കരുത്, ദൈവ സാന്നിധ്യത്തെ മറന്നു ജീവിക്കരുത്, വിളിച്ച ദൈവത്തെ മറന്നു ജീവിക്കരുത്, അന്യദേവന്മാരുടെ പിന്നാലെ പോകരുത്, അവരുടെ ബലിതർപ്പണങ്ങളെ കടിക്കാൻ പോകരുത്. അത് ഇസ്രായേലിന് നാശകരമായി ഭവിച്ചു. ഇന്നു പകൽ അപ്പൻ ബലിയർപ്പിക്കാൻ പോയപ്പോ അപ്പൻ രാജകീയ ദേവീ ദേവന്മാരുടെ മുൻപിൽ മുട്ടുകുത്താൻ പോയപ്പോ മകൻ ഭരണമെടുത്തപ്പോ അപ്പന്റെ വഴി നടന്നു എന്നല്ല വചനം പറയുന്നത്. അവൻ ഓടിച്ചെന്ന് ദേവാലയത്തിന്റെ വാതിൽ അവൻ തുറക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്യം കൂടെ ഒന്ന് വായിച്ചേ, അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു, യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. ഹലോ, ആരാ ദേവാലയത്തിന്റെ വാതിലടച്ചത്? അപ്പൻ ദേവാലയത്തിന്റെ വാതിലടച്ചു. ലോ, ദൈവിക നാമത്തിനു വേണ്ടി അഭിഷേകം ചെയ്തു വച്ച ആലയത്തിന്റെ ഉപകരണങ്ങളെയല്ല അപ്പൻ ആലയത്തിനകത്ത് കയറി രാജാവാണെന്ന തന്റെ ഇടത്തോടെ ഉടച്ചു കളഞ്ഞു, ആലയം താഴിട്ടു പൂട്ടി. ഇന്നു പകൽക്കാല മനുഷ്യൻ വിചാരിച്ച അടയ്ക്കാൻ കഴിയുന്നവല്ല ദേവാലയത്തിന്റെ വാതിൽ, മനുഷ്യൻ വിചാരിച്ച പൂട്ടാൻ കഴിയുന്നവല്ല സ്വർഗം മറ്റത്. ഇന്ന് പകൽ അധികാരമുണ്ടെങ്കിൽ പറ, പുതു നിയമത്തിൽ ആലയോ ഇന്ന് പകൽ ഈ കെട്ടിടമല്ല, പുതു നിയമത്തിന്റെ ആലയോ ദൈവത്തിന്റെ മക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞോ മനുഷ്യൻ നിന്നെ തകർക്കാൻ ശ്രമിച്ച നീ തകർന്നു പോകില്ല, നീ താളടിയായി പോകില്ല, നീ തീർന്നു പോകില്ല. ആമേൻ. ആരാലയത്തിന്റെ വാതിലിനെ പൂട്ടിയത്? അപ്പനായ ആഹാസാണ് പൂട്ടിയത്, ആഗസാണ് പൂട്ടിയത്. ആഗസ് പൂട്ടിയ വാതിൽ മകനായ ഹദസ്കിയാവ് വന്ന് തുറക്കുകയാണ്. ഹലോ, ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ഭവനത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ദേശത്തിന്റെ ആലയത്തിന്റെ വാതിൽ നാം പൂട്ടാന്നവരായി തീരരുത്. ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗ വിഷയം ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞു, പഴയ നിയമത്തിന്റെ ആലയം ആഹാസ് പൂട്ടിയെങ്കിൽ അവന്റെ മകൻ തുറന്നെങ്കിൽ പുതു നിയമത്തിന്റെ ആലയം ഈ മാറുന്നത് കെട്ടിടമല്ല. ഹലോ, ഞങ്ങളുടെ ആഗ്രഹം ഈ കെട്ടിടം ഇടിക്കും. ഹലോ, ഈ കെട്ടിടം ഇടിക്കപ്പെടും. ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ആയിരങ്ങളുടെ ആരാധനാലയം ഉയരപ്പെടും. ഹലോ, അതുപോലെയല്ല. ദൈവത്തിന്റെ ഒരേ ഒരു ആലയമേ ഈ ഭൂമിയിൽ ഇന്നുള്ളൂ. അത് ഈ കെട്ടിടമല്ല, ഈ മാറുന്നത് സഭയല്ല. ഇന്ത്യ ലേഖനം പറയുന്നു, നിങ്ങൾ എൻ്റെ മന്ദിരമെന്ന്, എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് പകൽക്കാല ജീവനുള്ള ആലയോ അത് നമ്മളാണ്. ജീവനുള്ള ആലയോ അത് നീയാണ്. ജീവനുള്ള ആലയോ അത് നിങ്ങളാണ്.
പ്രിയരെ, പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയം ആഗസ് പൂട്ടിയെങ്കിൽ, പൂട്ടുന്നതിന് മുമ്പ് ആലയത്തിനകത്തുള്ള ഉപകരണങ്ങൾ അടിച്ചു പൊട്ടിച്ചു എങ്കിൽ, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. അതിനകത്ത് ദൈവിക പ്രമാണമുണ്ട്. ആലയത്തിന്റെ വാതിൽ പൂട്ടാൻ പ്രമാണമില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. 2, ആലയത്തിനകത്തുള്ള നിലവിളക്ക് അണച്ചു കളയാൻ പ്രമാണമില്ല. നിലവിളക്ക് കത്തിച്ചത് മനുഷ്യനല്ല, നിലവിളക്ക് കത്തിച്ചത് ദൈവമാണ്. ഒരു കാലത്തും നിലവിളക്ക് അണയാൻ പാടില്ല. ഇന്ന് പകൽ ദൈവം ചോദിക്കുക, 2024 ജൂൺ മാസം 16-ാം തീയതി ദൈവം കത്തിച്ച ദൈവത്തിന്റെ ആലയത്തിന്റെ നിലവിളക്കാകുന്ന പരിശുദ്ധാത്മാവിനെ കെടുത്തിയിട്ടാണോ നീ ഇതിനകത്ത് വന്നിരിക്കുന്നത്? നിന്റെ നാശം വിദൂരമല്ല, നിന്റെ ആശം വിദൂരമല്ല. ഹല്ലേലൂയ. പ്രിയരേ, ഒന്ന് നിലവിളക്കണഞ്ഞു. നിലവിളക്കണഞ്ഞാൽ മഹത്വത്തിന്റെ തേജസ് നിൽക്കും. അപ്പൻ സാന്നിധ്യത്തെ അടച്ചു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. അപ്പന്റെ പരിപാടി കൊണ്ട് സാന്നിധ്യത്തെ അടച്ചു. അപ്പൻ ദേവീദേവന്മാരെ ആരാധിക്കാൻ പോയപ്പോ, ബലിപീഠങ്ങളുടെ മുൻപിൽ മുട്ടുകുത്താൻ പോയപ്പോ ഇറങ്ങിയുന്ന തേജസ് അടഞ്ഞുപോയി. പ്രിയരെ, ആലയത്തിന്റെ വാതിൽ അടഞ്ഞു. ഹിസ്കിയാവിന് മനസ്സിലായി, ഞാൻ നേരോടെ ഭരിക്കണമെങ്കിൽ അപ്പൻ അടച്ച സാന്നിധ്യം തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അപ്പൻ അടച്ച സാന്നിധ്യം തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഇന്ന് പകൽ പലരും രക്ഷപ്പെടാത്തത്, പലരും ഒന്നു മാറി കുടിയിലേക്ക് വീണ്ടും വീഴുന്നത്, ഇന്നലകളിൽ ആരൊക്കെ ചെയ്തത് നിന്നെ പിന്തുടരുന്നുണ്ട്. നിന്നെ പിന്തുടരുന്നുണ്ട്. നിന്നെ പിന്തുടരുന്നുണ്ട്. വചനം പറയുന്നു, പാപത്താൽ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചത് പാപത്താലാണ്. പാപത്തിന്റെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞ ജനിച്ചു വീണത് മരണത്തിനടിമയായിട്ടാണ്. ജനിച്ചത് മരണം കൊണ്ടാ, പക്ഷെ മരിക്കുന്നത് മരണം കൊണ്ടാണെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. ജനിച്ചത് മരണം കൊണ്ടാ, പക്ഷെ വചനം പറയുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിന് ആയുധവർഗം വയ്പ്പിച്ചിട്ട് പുത്രനിലൂടെ നിത്യജീവനെ കൈമാറി. ജനിച്ചത് മരണത്താലാ, പക്ഷെ ജീവിക്കുന്നത് മരണത്താലല്ല. നിങ്ങൾക്ക് പിടികിട്ടിയോ എനിക്കറിയില്ല. ഇന്ന് പകൽ എങ്ങനെ ജനിച്ചു എന്നതല്ല, ഇന്ന് നിന്റെ സ്ഥിതി എന്തെന്ന് എന്റെ ദൈവം ചോദിക്കുന്നത്. ഇന്നും നിന്റെ കുടുംബത്തിൽ മരണമാണോ വാഴുന്നത്? ഇന്നും നിന്റെ കുടുംബത്തിൽ കഷ്ടതയാണോ വാഴുന്നത്? നീ ജനിച്ചിട്ടില്ല, നീ പള്ളി പോകുന്നതായിരിക്കാം, നീ കൈയടിക്കുന്നതായിരിക്കാം, നീ സ്നാനപ്പെട്ടായിരിക്കാം, നിങ്ങൾ അന്യഭാഷ പറയുന്നതായിരിക്കാം. മരണത്തിൽ ജനിച്ചവൻ മരണത്തോടുകൂടെ തീരാനല്ല ദൈവം പറഞ്ഞത്. മരണത്തിൽ ജനിച്ചവൻ ക്രിസ്തുവിന്റെ മരണത്തോ അവനിൽ വെളിപ്പെട്ട ജീവൻ പ്രാപിച്ച ജീവനിൽ വാഴ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനടച്ചു. ഇസ്രായേലിന് മുഴുവനും മരണം കൊണ്ടുവന്നു. ഇന്ന് പകൽ സ്നേഹത്തോടെ പറയട്ടെ, യെഹസ്കിയാവിന് മനസ്സിലായി,
എൻ്റെ രാജ്യത്തിലെ മരണം മാറണോ? എൻ്റെ രാജ്യത്തിലെ സ്ഥിതി മാറണോ? പഴയതുപോലൊരു നല്ല കാലം മടങ്ങി വരണം. ഏതുപോലെ ദാവീദ് ആമ പിടിച്ചു കൊണ്ടുപോയ ഫെലിസ്ത്യർ പിടിച്ചു കൊണ്ടുപോയ പെട്ടകത്തെ മടക്കി കൊണ്ടുവന്നതുപോലെ ആലയത്തിലേക്ക് വീണ്ടും സാന്നിധ്യം വരണം. ഇന്ന് പകൽ പുതുനിയമത്തിലെ ആരാധനാലയമായ നിങ്ങളോട് ദൈവത്തിന് ചോദിക്കാനുള്ളത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വീട്ടിന്റെ സൈഡിൽ ഇരിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കാറിന്റെ സീറ്റിലിരിക്കുന്നു എന്നല്ല, വചനം പറയുന്നത് നിന്റെ ഉള്ളിലിരിക്കുന്നു എന്നാ. നിന്റെ ഉള്ളിലിരിക്കുന്നു എന്ന അതെപ്പോഴാ ഉള്ളിലേക്ക് പ്രവേശിച്ചത്? വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും തുറന്നതുപോലെ ഹൃദയത്തിന്റെ വാതിൽ തുറമോ, ഞാൻ അകത്തേക്കെന്ന് വരാം. പ്രിയരെ, യെഹെസ്കേൽ തുറന്നത് അക്ഷരീയമായ ആലയത്തിന്റെ വാതിൽ. പുതുനിയമത്തിൽ ദൈവം പറയുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു യെഹെസ്കേൽ തുറന്നതുപോലെ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വരും, അവനും ഞാനും തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ടാകും. കൂട്ടായ്മയുണ്ടായാൽ ആലയത്തിൽ നഷ്ടപ്പെട്ടു പോയ നിലവിളക്കിൽ കത്തിക്കൊണ്ടിരുന്ന തീ വീണ്ടും കത്തും, ആലയം വീണ്ടും പ്രകാശമായി മാറും. തീർന്നില്ല, സ്വർഗത്തുനിന്ന് സാന്നിധ്യം ഈ ആലയത്തിനകത്ത് 24/7 സമയവും ഇറങ്ങിക്കൊണ്ടിരിക്കും. അർത്ഥമെന്ത്? അങ്ങനെ സാന്നിധ്യം ഇറങ്ങിയ ഒരുവനെയും തകച്ചു കളയോ എന്റെ ദൈവ സാന്നിധ്യമുള്ള ആലയത്തെ മുച്ചൂടും മുടിച്ചു കളയോ ഒരു മന്ത്രവാദിക്ക് കടിയില്ല, ഒരു നേർച്ചകൾക്ക് കടിയില്ല, ഒരു ആഭിചാരകത്തിന് കടിയില്ല. കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ പറ, ഞാൻ ഒരിക്കൽ വാതിൽ തുറന്നതാ. ഇന്ന പ്രാർത്ഥനയിൽ, ഇന്ന കാത്തിരിപ്പ് യോഗത്തിൽ എന്റെ ദൈവത്തിന് വേണ്ടി എന്റെ വാതിലിനെ ഞാൻ തുറന്നതാ, എന്റെ ഹൃദയത്തെ തുറന്നതാ. അവൻ എൻ്റെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ഭവനത്തെ മുടിക്കാൻ കഴിയില്ല, എൻ്റെ തലമുറകളെ മുടിക്കാൻ കഴിയില്ല, എൻ്റെ സഭയെ മുടിക്കാൻ കഴിയില്ല. തൻ്റെ ഇടമുള്ള ദൈവകൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ കരമടിച്ചോ, ശബ്ദമുയർത്തിയോ. ഹോ റിബാബാല ധാര 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 റബാര ദാലഗ ബലാരദ അത്തബാല ധൂര ജാല ധാര 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 ധാര. അർത്ഥബാല ധാര 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 അർത്ഥുരീഖമാന ധാര 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 ശരാധരാരകൾ ഖബാര ധാര ധാര ഈബരാധരാധലൈഖമേന തേര ധാര ധാര അർത്ഥുരീധമേന തേര 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 അർത്ഥമാന ധാര 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 അർത്ഥരാധരീഖമാന ശരാധലാക. ഇന്ന് പകൽ ഞാൻ ദൈവസഭയെ ചലഞ്ച് ചെയ്യുക. ദൈവത്തിന്റെ തീ അണയ്ക്കുന്നത് നിന്റെ നാവിൽ നിന്ന് വരരുത്. ദൈവാലയത്തിന്റെ വാതിലിനെ അടയ്ക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിന്ന് വരരുത്. ആ ശാപം, ആ ദൈവിക ന്യായവിധി ഹലോ ഒറ്റ തലമുറ കൊണ്ട് തീരില്ല. വചനം പറയുന്നു, ആകാശ് ചെയ്തത് ഇസ്രായേലിന് മുഴുവനും നാശം ഭവിച്ചു. സ്നേഹത്തോടെ പറയട്ടെ, വീട്ടിനകത്തിരുന്ന്, വാഹനത്തിനകത്തിരുന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവഹിതത്തിന് വിപരീതമായി സംസാരിച്ചാൽ തൻ്റെ ഇടമുള്ള മക്കളുണ്ടായി പറയണം, ഞങ്ങൾക്ക് നാശം ഭവിക്കുന്നത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. അപ്പനാണേലും അമ്മയാണേലും അപ്പനമ്മമാർ പറയണം, തലമുറകൾ ദൈവഹിതമില്ലാതെ ജീവിച്ചാൽ, ദൈവത്തിന് ഹിതമില്ലാതെ അന്യദേവന്മാരെ പിന്നാലെ പോയാൽ,
കൂട്ടുകെട്ടുകൾ കൂടി ദൈവഹിതത്തിന് വിപരീതമായ മക്കളോട് പറഞ്ഞു വിലക്കണം. മക്കളെ, ഇത് നമ്മുടെ നാശത്തിനാണ്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചതാണ്. നാം നിൽക്കുന്നത് അനുഗ്രഹത്തിൻ്റെ ദൈവഹിതത്തിനകത്താണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാശം നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഹലോ, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിൽ പറഞ്ഞു, നിർമ്മലനോട് ദൈവം നിർമ്മലനാണ്, വക്രനോട് എൻ്റെ ദൈവം വക്രത കാണിക്കും. കേട്ടോ, ഇന്ന് പകൽ നിന്റെ തലമുറ ദേശത്ത് നിലനിൽക്കണമെങ്കിൽ ദൈവസന്നിധി കരയുക. അപ്പാ, എൻ്റെ ജീവിതം കൊണ്ട് ദൈവ സാന്നിധ്യം അടയ്ക്കുന്നതൊന്ന് എൻ്റെ ജീവിതത്തിൽ വരരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം ധ്യാനിച്ചപ്പോ എൻ്റെ ഹൃദയം തന്നെ തകർന്നു പോയി. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ദൈവനാമത്തിന് നിരക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ വരരുത്. വന്നാൽ എന്നാ പ്രശ്നം? വചനം പറയുന്നു, ഇസ്രായേലിനൊക്കെയും നാശകരമായത് ഭവിച്ചു. ഹലോ, ഹലോ. പുതുനിയമത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനമ്മമാരെ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഹലോ, അപ്പനമ്മമാരെ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ കഴിയും. നിന്റെ വചനം പറയുന്നു, അപ്പൻ മുന്തിരി നിന്നാൽ മക്കളുടെ പല്ല് പൊളിക്കുമോ? ഇന്നു പകൽ ചില ശാപങ്ങൾ മാറണോ? കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ പിതാക്കന്മാർ നിന്റെ സന്നിധി ചെയ്തത് നീ എന്നോടോ എൻ്റെ കുടുംബത്തോടോ എൻ്റെ തലമുറയോടോ നീ കണക്കിടരുത്. കണക്കിടരുത്. ആഗസ് ചെയ്തതാ. ദൈവാലയത്തിന്റെ സകലത്തെ നശിപ്പിച്ചപ്പോ, ഹലോ, യെഹെസ്കേയാവ് ചെയ്തത് കേൾക്കണോ? അവൻ ആലയത്തിന്റെ വാതിൽ തുറന്നു. അടുത്ത വചനം പറയുന്നു, അവൻ ദേശത്തിന്റെ അധിപതികളെ വിളിച്ചു. അധിപതികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആലയത്തിന്റെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ആലയത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ ആലയത്തിനകത്ത് തകർന്നു കിടക്കുന്ന അനേക ഉപകരണങ്ങളുണ്ട്. അനേക ഉപകരണങ്ങളുണ്ട്. ഇന്നലകളിൽ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത അനേക ഉപകരണങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ പുരോഹിതന്മാർ വിശുദ്ധീകരിക്കണം, ദേവാലയത്തിന് വേണ്ടി മാറ്റിവെക്കണം. എന്ന് പറഞ്ഞാൽ അപ്പൻ അശുദ്ധിയാക്കിയത് ഒരു മകൻ വിശുദ്ധീകരിക്കുകയാണ്. അപ്പൻ അശുദ്ധിയാക്കിയത് ഒരു മകൻ ജീവിതം കൊണ്ട്, സമർപ്പണം കൊണ്ട് വിശുദ്ധീകരിക്കുകയാണ്. മകന് മനസ്സിലായി, എൻ്റെ അപ്പൻ തകർന്നതുപോലെ ഞാനും തകരും. വചനം പറയുന്നു, യെഹെസ്കേയാവ് 25-ാമത്തെ വയസ്സിൽ രാജ്യത്വം ഏറ്റെടുത്തു. നീണ്ട 29 വർഷം രാജ്യം ഭരിച്ചു. എത്ര വർഷം? നീണ്ട 29 വർഷം. ഒരു ശത്രു പോലും അവന്റെ മുൻപിൽ നിവർന്നു നിന്നില്ല. കാരണം മഹത്വത്തിന്റെ തീ, ആ സാന്നിധ്യം ആലയത്തിനകത്ത് കത്തിക്കൊണ്ടിരുന്നു. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയിൽ ദൈവത്തിന്റെ തീ കത്തിയാൽ നിന്റെ തലമുറ ദീർഘായുസ് കണ്ട് തൃപ്തി വരും. അവന്റെ വിദ്യാഭ്യാസത്തെ കെട്ടാൻ ഉലകത്തിലൊരു ശക്തിക്കും കൊണ്ട് കഴിയില്ല. ഹലോ, ഹലോ. ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ പോയാലും പറയും, മകളുടെ ജീവിതം, നിന്റെ വിദ്യാഭ്യാസം ഇത്ര കൊണ്ട് തീരരുതാ. ഹലോ, +2 ഗുസ്തിയും കൊണ്ട് തീരരുതാ. +2 ഏതെങ്കിലും ഡിപ്ലോമ കൊണ്ട് തീരരുതാ. ഹലോ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകും.
ഉണ്ട്, 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 ഉണ്ട്. ഒരുപക്ഷെ നിന്റെ അപ്പൻ നീ മദ്യപാനിയായിരിക്കാം, ഒരുപക്ഷെ നിന്റെ അപ്പൻ സഭയിൽ വരാത്ത വ്യക്തിയായിരിക്കാം. ഡോണ്ട് വറി, ദൈവത്തോട് പറ, അപ്പാ ആമേൻ, അപ്പൻ മുന്തിരിങ്ങ തിന്നോ, മക്കളെ പല്ലു പുളിക്കില്ല. അപ്പൻ തുറക്കാത്ത വാതിൽ ഞാൻ തുറക്കുക. ഹലോ, ഞാൻ പ്രസംഗിക്കുന്നത് മാറാനുള്ള സഭയുടെ വാതിലല്ല. അതാരടയ്ക്കാൻ നോക്കിയാലും ദൈവം നട്ടതുകൊണ്ട് ദൈവം വളർത്തും. ആ പേടിയൊന്നും ഞങ്ങൾക്കില്ല. ഹലോ, സബിൻ പാസ് ഇല്ലേലും ശമുവേൽ പാസ് ഇല്ലേലും ഇവിടെ ആരാധനയൊക്കെ നടക്കും, കേട്ടതെല്ലാം നിവർത്തിക്കും. ആ പേടിയില്ല. ആഗസ് പുതിയ നിയമത്തിൽ ഹിദസ്കിയാവ് പുതിയ നിയമത്തിൽ തുറന്നത് അവന്റെ ഹൃദയം എന്ന ആലയം. മക്കളെ, നീ അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ ഹൃദയം തുറന്നു കൊടുക്ക. നീ ആലയത്തിൽ ഒരു തൂണാക്കി നിൽക്ക. അങ്ങനെ നിന്നാൽ വിദ്യാഭ്യാസത്തിന്റെ വഴി അടയില്ല, വിദ്യാഭ്യാസത്തിന്റെ വഴി അടയില്ല. പട്ടണങ്ങളുടെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു തരും. അർഹതയില്ലാത്ത നന്മകൾ വരും, അർഹതയില്ലാത്ത ഉയർച്ചകൾ വരും. ഞാൻ കൊതിക്കുന്നു നമ്മുടെ ആലയത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഉപജീവനമുള്ളവരുടെ മേൽക്കെട്ട്, വിദ്യാസമ്പന്നന്മാരുടെ മേൽക്കെട്ട്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള തലമുറകളുടെ മേൽക്കെട്ട്. എന്റെ ചോദ്യം, ഡോക്ടറുടെ മക്കൾ മാത്രം ഡോക്ടറായാൽ മതിയോ? IAS കാരന്റെ മക്കൾ മാത്രം IAS ആയാൽ മതിയോ? നിങ്ങൾക്ക് മതിയെങ്കിൽ മതി. ഞാൻ കൊതിക്കുന്നു അഭിഷേകമുള്ളവനാകട്ടെ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി രാജാക്കന്മാരുടെ ഇടയിൽ ഇരുത്തുന്നൊരഭിഷേകം. അർദ്ധമാന ധൂരധാര പിടിക്കാമെങ്കിൽ പിടിച്ചു കേട്ടോ. ഈ പ്രസംഗം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ചില പാരമ്പര്യ ശാപങ്ങളെ ദൈവാത്മാവ് വെട്ടിമാറ്റി ചിലർക്ക് വേണ്ടി അസാധാരണമായ ദൈവിക പദ്ധതിയുടെ പുതപ്പുകൾ അർത്ഥമാന ധൂരാധാര ധാര 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 ഇത് ചുമ്മാ പ്രസംഗിക്കുകയല്ല, വലിയൊരു ഡെലിവറൻസ് ഇതിനകത്ത് നടക്കുക. നിന്റെ കുടുംബത്തിൽ ആരോ ഇന്ന രോഗം വന്ന് മരിച്ചുപോയി, ഇന്ന രോഗം വന്ന് തകർന്നുപോയി, അതുപോലെ തകരാൻ വിളിച്ചതല്ല നിന്നെ. നിന്റെ കുടുംബത്തിൽ ആരോ മധ്യവയസ്സിൽ വച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, ആരോ ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തുനിന്ന് പോയി, അതുപോലെ മരിക്കാൻ വിളിച്ചതല്ല നിന്നെ, വാഴാൻ വിളിച്ചതാണ് നിന്നെ. ആ ഒരു വിടുതലിന്റെ, ആ ഒരു ദൈവിക ഫേവർ പിടിക്കാമെങ്കിൽ പിടിച്ചോ. കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ പിടിച്ചോ. കരയുന്ന മാതാപിതാക്കൾ ഓൺലൈനിലൂടെ കാണുന്നെങ്കിൽ, ഇനി കാണാൻ പോകുന്നെങ്കിൽ, നിന്റെ കൂടാരത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികളെ പിടിച്ചുകൊണ്ടുവരുന്ന, ആർക്കും അണയ്ക്കാൻ കഴിയാത്ത ദൈവിക പദ്ധതിയുടെ തീ പറ പറ പറ. എൻ്റെ ജീവിതത്തെ, എൻ്റെ അവയവങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കുകയാണ്, ഞാൻ വിശുദ്ധീകരിക്കുകയാണ്. ഇന്ന് പകൽ എൻ്റെ പിതാക്കന്മാർ വീണുപോയ അഭയ മണ്ണിൽ ഇന്ന് പകൽ കൊതിക്കാമെങ്കിൽ കൊതിച്ചോ. അനേക സഭകൾ വീണുപോയ അഭയ മണ്ണിൽ, അനേക ദൈവദാസന്മാർ മുച്ചൂടും മുടിഞ്ഞുപോയ അതേ മണ്ണിൽ, അനേകരെ ഒതുക്കിയ അതേ മണ്ണിൽ അഭിഷേകത്തിന്റെ നിറവിൽ അധികാരത്തോടുകൂടെ ആത്മസാന്നിധ്യം വലിയൊരു ഡെലിവറൻസ് നടക്കുക, വലിയൊരു ഡെലിവറൻസ്. ചില രോഗങ്ങളെ ദൈവാത്മാവ് നിർത്തൽ ചെയ്യുന്നു, ചില രോഗങ്ങളെ ദൈവാത്മാവ് സൗഖ്യമാക്കുന്നു. പാരമ്പര്യമായി കൈമാറി വന്ന ആ കുടുംബത്തിൽ ഇന്ന വ്യക്തിയെ തകർത്തതുപോലെ, അടുത്ത തലമുറ ഒതുക്കിയതുപോലെ,
അടുത്ത തലമുറയും മരണത്തിന്റെ കീഴിൽ ഒതുക്കിയതുപോലെ പാരമ്പര്യമായി കൈമാറി വരുന്ന ചില രോഗങ്ങളെ എൻ്റെ ദൈവാത്മാവ് ഇന്ന് പകൽ നിർത്തൽ. സാധ്യതയില്ലാത്ത ചിലവിനെ അഭിഷേകത്തിന്റെ നിറവിൽ രാജ്യങ്ങൾക്കപ്പുറം നിർത്തുന്നൊരു പകൽ ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. ഹെദസ്കിയാവുമാർ എഴുന്നേൽക്കട്ടെ, ആലയത്തിന്റെ വാതിൽ തുറക്ക. തന്റെ ഇടമുള്ള എത്ര വലിയ പ്രലോഭനം വന്നാല് ആലയത്തെ വിട്ടൊരു ജീവിതമില്ലെന്ന് പറയുന്ന, അവൻ ദൈവ സാന്നിധ്യം വിട്ടൊരു ജീവിതമില്ലെന്ന് പറയുന്ന, കത്തിച്ചു വിട്ട പരിശുദ്ധാത്മാവിനെ അണയ്ക്കുന്ന ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തത്തില്ലെന്ന് കൊയ്ത്തുണ്ട്. ആലയത്തിനൊരു കൊയ്ത്തുണ്ട്. അനേക ആഹസ്സുമാർ വീണുപോയ അതേ മണ്ണിൽ ദേവാലയത്തിന്റെ വാതിലുകളെ തുറന്നിട്. എന്നെ കാണിക്കുന്നൊരു ദൈവമേ വെളിപ്പാട്. എൻ്റെ ആലയം ഖ്യാപികളുടെ പ്രാർത്ഥനാലയമെന്ന് പറഞ്ഞതുപോലെ 24 മണിക്കൂർ ആലയം തുറന്നു കിടക്കുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. 24 മണിക്കൂർ 365 ദിവസവും അടഞ്ഞു കിടക്കാത്തൊരു ആലയം. ചരിത്രത്തിലാദ്യമായി ഈ അമ്പിയർ കോണത്തിന്റെ മണ്ണിൽ എൻ്റെ ദൈവം ചെയ്യാൻ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില ആഹസ്സുമാർ നാശം വരുത്തി വെച്ച അതേ മണ്ണിൽ ദൈവം അഭിഷേകമുള്ള ചില ഹിസ്ഹാർമാരെ ദൈവാത്മാവ് എഴുന്നേൽക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, കർത്താവിന്റെ വരവ് താമസിച്ചാൽ ദേവാലയം ജാതികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. 24 മണിക്കൂറും തുറന്നിടുന്നൊരാലയമാക്കി. ഓപ്പൺ ചർച്ച്, തുറന്നിടക്കപ്പെട്ട ആലയമാക്കി ഞാൻ ഇതിൻ്റെ അതിരുകളെ ദൈവാത്മാവ് വിശാലമാക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ത്യയിൽ രാത്രിയാകുമ്പോഴും ഇവിടെ പ്രാർത്ഥന ഉയരുമ്പോൾ രാത്രിയില്ലാത്ത പകലുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന പ്രാർത്ഥനാ യോദ്ധാക്കളെ, പ്രാർത്ഥനയുടെ തീയെ ഇന്ന് പകൽ ദേശത്തിന്റെ മടിവിൽ, ഈ ആലയത്തിന്റെ മടിവിൽ ആത്മാവ് കത്തിക്കുന്നു. ആരംഭം ചെറുത്, ഇതിന്റെ അന്ത്യ അതിമകത്വമ. ശരാധര എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇതിനകത്തിരിക്കുന്ന 2 തലമുറകളെ അവിടെ കുടുംബക്കാർക്ക് നനയ്ക്കാത്ത രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ദൈവാത്മാവ് മൂടും. 1 2 3 3-ലധികം യൂണിവേഴ്സിറ്റികൾ, വിവിധ രാജ്യങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ കരത്തിൽ പിടിക്കത്തക്ക നിലവാരത്തിൽ ഒരു അഭിഷേകത്തിന്റെ കാറ്റ് ഇന്ന് പകലാലയത്തിനകത്ത് മൂടുന്നുണ്ട്. ശരാരം എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില മന്മകൾ ദേശങ്ങളെത്തി
പട്ടണങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് ആലയത്തെ തേടി വരുന്നു. പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തെ തേടി വരുന്നു. നീ ഒരിക്കലും ചോദിച്ചതല്ല, മിനച്ചതല്ല ഇങ്ങനൊരു ജീവിതം. സ്വപ്നം കാണത്തക്ക നിലവാരത്തിൽ ഞാൻ നിന്റെ ജീവിതത്തെ വേഗത്തിൽ തിരിക്കും, വേഗത്തിൽ തിരിക്കും, വേഗത്തിൽ തിരിക്കും, വേഗത്തിൽ തിരിക്കും, വേഗത്തിൽ തിരിക്കും, വേഗത്തിൽ തിരിക്കും. നീ കിടക്കുന്ന ഭവനോ വേഗത്തിൽ മാറും. നീ ആയിരിക്കുന്ന സ്ഥലം വേഗത്തിൽ മാറും. നിന്റെ ജീവിതത്തിൽ ചില നന്മകൾ വെളിപ്പെടും. സ്വപ്നം കാണുന്നത് പോലെ, ഒരു രാത്രി കഴിഞ്ഞ് പകൽ എഴുന്നേറ്റ് വരുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ വേഗത്തിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും. നിന്റെ കൂടാരം നന്മ കൊണ്ട് നിറയും. ഇന്ന് പകൽ എന്നോട് ദൈവാത്മാ പറയുന്നു, പുതുനിയമത്തിന്റെ ആലയമാകുന്ന ഓരോ സഭകളും നിങ്ങളുടെ ഹൃദയമെന്ന വാതിൽ തുറക്കട്ടെ. ഒരു നിമിഷം ദിവസം എഴുന്നേൽക്കാമോ? എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. കഴിയുമെങ്കിൽ ഈ പ്രസംഗം ഞാൻ പ്രസംഗിച്ചത് ഈ ആലയത്തിന്റെ നടുവിൽ അനുഗ്രഹിക്കപ്പെടുന്ന തലമുറകൾ എഴുന്നേൽക്കണം. ഒറ്റ ആഗ്രഹമുള്ളൂ. എൻ്റെ വിളി അപ്പോസ്തലിക വിളിയാണ്. എനിക്ക് വ്യക്തമായി അറിയാം. എൻ്റെ ആഗ്രഹം മുഴുവനും എന്നെക്കാൾ വളരുന്ന അഭിഷിക്തന്മാർ എഴുന്നേൽക്കണം. എന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ എഴുന്നേൽക്കണം. എന്നെക്കാൾ ശക്തിയുള്ള ലീഡേഴ്സ് എഴുന്നേൽക്കണം. ഞാൻ അങ്ങനെ കൊതിക്കുന്നു. ഇശായിയുടെ കൂടാരത്തിനകത്ത് ദൈവം രാജാവിനെ കണ്ടതുപോലെ നിങ്ങളുടെ കൂടാരം ചെറുതായിരിക്കാം. എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ മക്കൾ ചെറുതായിരിക്കാം നിങ്ങളുടെ മുൻപിൽ. പക്ഷെ ഞാൻ അവരിലെല്ലാം ദൈവത്തെ അഭിഷേകം വഹിക്കുന്ന രാജാക്കന്മാരെ കാണുന്നുണ്ട്. ഒരു വ്യക്തി പോലും തകരാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. ഒരു വ്യക്തി പോലും തകരാൻ ഞാൻ പ്രാർത്ഥിക്കാറില്ല. എന്നെക്കാൾ ശക്തന്മാർ എഴുന്നേൽക്കാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ കരം താങ്ങാറേ ഉള്ളൂ. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിര. കർത്താവേ, പിതാക്കന്മാർ അടച്ച വാതിൽ ഈ തലമുറയിൽ ഞങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽ ഞങ്ങൾ തുറക്കുക. ഈ കരയുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കാം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആരും ഓട്ടിക്കാതെ ചില ദുഷ്ടന്റെ രോഗബന്ധനങ്ങളോടും അടയപ്പെട്ട ചില തിഞ്ഞു പകൽക്കാലം നിന്റെ കരത്തിൽ മടങ്ങി വരും. ഞങ്ങൾ കൊതിക്കുന്നു ഈ തലമുറയിൽ ദൈവമുള്ളവരായി ജീവിക്കാൻ, ദൈവമുള്ളവരായി അഭിനയിക്കാനല്ല, ദൈവമുള്ളവരായി ജീവിക്കാൻ. ഈ ജനത്തെ അവിടെ ഇന്നലകൾ വന്നുപോയ പാപങ്ങളെ, ശാപങ്ങളെ ഇന്നു പകൽ അങ്ങ് നിർത്തൽ ചെയ്ത് പുതിയൊരു കാലഘട്ടത്തിലേക്ക്, ഒരു ഘടികാരത്തെ നിയന്ത്രിക്കുന്ന നീന്ത്രാവേ,
അവിടെ മേൽ പുതിയൊരു സീസൺ തുറക്കട്ടെ. അവിടെ മേലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവിടെ മേലുള്ള ശാപങ്ങൾ വഴിമാറട്ടെ. അടഞ്ഞുപോയ വാതിലുകൾ ഇന്ന് പകൽ തുറക്കട്ടെ. ഈ ജഡത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുക. അവല്ലത് വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിലെ. കരമടിച്ച് ശക്തിയോടെ വാതിലുകളെ നിങ്ങൾ കലകളെ ഉയർത്തി വരുന്നിതാ ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കഥകുകളെ ശ്രീ യേശു. അക്കരങ്ങളെ ചേർത്ത് ശക്തിയോടെ. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിതാ ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൽ കഥകുകളെ ശ്രീ യേശുവേ ശ്രീ. ചേർന്ന് വാതിലുകളെ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിതാ ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൽ കഥകുകളെ ശ്രീ യേശുവേ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഓ ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേഷു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നേ. നമ്മൾ ഉന്നതനേഷു മഹേശ്വരൻ ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. അവേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീരുടപ്പിൽ ഉത്സുകരായിരിപ്പേ. ഓ കലുഷതയകറ്റി കണ്ണുനീരുടപ്പിൽ ഉത്സുകരായിരിപ്പേ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത. വാതിലുകളെ ഓ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിതാ ജയരാജേ. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിതാ ജയരാജേ. നിങ്ങൾ ഉയർന്നിരിപ്പേൻ കഥകുകളെ യേശുവേ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പേൻ കഥകുകളെ യേശുവേ. ഓ നിങ്ങൾ ഉയർന്നിരിപ്പേൻ നിങ്ങൾ ഉയർന്നിരിപ്പേൻ കഥകുകളെ യേശുവേ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പേൻ കഥകുകൾ യേശുവേ സ്വീകരിപ്പാൻ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ പാടുവിൻ സോദരരേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം വർഷര. നമ്മളെ ഓ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം. നമ്മളെ യേശുനാഥൻ
ദൈവപ്രവൃത്തിയുടെ വാതിലുകൾ ഇന്നു പകൽ തുറക്കപ്പെടട്ടെ. ചില രോഗങ്ങൾ ഇന്ന് പകൽ നിർത്തൽ ചെയ്യട്ടെ. അത് ഇന്ന് പകൽ സൗഖ്യമാകട്ടെ. ചില ശാപങ്ങൾ ഇന്ന് പകൽ ഇപ്പോൾ നിർത്തൽ ചെയ്യുക. വലിയൊരു ആത്മതലത്തിലേക്ക്, വലിയൊരു ആത്മനിയോഗത്തിലേക്ക്, സ്ഥിരമായ ചില രാജ്യത്വങ്ങൾ, സ്ഥിരമായ ചില അവകാശങ്ങൾ ഈ ജനത്തിന് മേൽ ഞങ്ങൾ ആത്മാവിൽ കൈമാറുകയാണ്. അഭിഷേകമുള്ള ചിലത്, ബലാത്കാരത്താൽ ചിലത് ഞങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു നിമിഷം ദിവസം വന്നിരിക്കാമോ? കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിൽ എടുക്കാമോ? ദശാംശമായി, വഴിപാടായി, നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിൽ എടുത്താവട്ടെ. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകൾ, ടൈറ്റുകൾ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഞങ്ങൾ ആത്മാവിൽ വിതയ്ക്കുകയാണ്. ജൂൺ മാസം 16-ാമത്തെ പകൽ ഞങ്ങൾ വിതയ്ക്കുന്നു. 1000 മടങ്ങായി കൊയ്യുവാൻ സ്വർഗം ഇടവരുത്തണമേ. ഓരോ പകൽ ഞങ്ങൾ ആ നന്മ കാണത്തക്ക രീതിയിൽ നീ പ്രവർത്തിക്കും. ഓൺലൈനിലൂടെ ഓഫറിൽ നിക്ഷേപിക്കുന്നവർ ഞങ്ങളുടെ കരങ്ങളിൽ വലിയ ദൈവപ്രവർത്തികളെ വെളിപ്പെടും. മഹത്വമെല്ലാം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. God bless you all.